ജമാഅത്തെ ഇസ്ലാമിയും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിയും പിന്തുണ നൽകിയത് UDF-നാണെങ്കിലും അവർ ഇത്തവണ നിലമ്പൂരിൽ വോട്ട് ചെയ്തത് PV അൻവറിനാണെന്ന് വ്യക്തമാവുകയാണ്. അതായത് ആരെന്ത് പറഞ്ഞാലും പിണറായി സത്തിനെതിരെ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉണ്ടാക്കിയത്. അതിൽ അദ്ദേഹം ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു എന്ന് പറയാം. LDF-ന്റെ സീറ്റ് UDF-ന് കൊടുത്തു എന്നുള്ളതാണ് വിജയം. അൻവർ തന്നെ പറയുന്നത് പോലെയും കണക്കുകൾ സൂചിപ്പിക്കുന്നത് പോലെയും LDF-ന്റെ വോട്ടുകളാണ് പിടിച്ചത് എന്നിരിക്കെ സ്വരാജിന്റെ വിജയം തടഞ്ഞത് അൻവർ തന്നെയാണ് എന്നും പറയേണ്ടി വരും. എന്നാൽ അതോടൊപ്പം തന്നെ മറ്റൊരു ചതിയും ഇതിന് പിന്നിലുണ്ടായിരുന്നു എന്നുള്ള ചില വെളിപ്പെടുത്തലുകൾ വരികയാണ്. അതായത് തീവ്ര മതസ്വഭാവമുള്ള വോട്ടുകൾ അൻവർ പിടിച്ചു എന്നുള്ളതാണ് ആ സത്യം. മറ്റെല്ലാ സംഘടനകളും നിലപാട് വ്യക്തമാക്കുന്നതിന് മുൻപ് തന്നെ വെൽഫെയർ പാർട്ടി UDF-ന് പിന്തുണ പ്രഖ്യാപിച്ചതിനു പിന്നിൽ ഈ PV അൻവറിൻ്റെ ഒരു കളി എന്നാണ് പുറത്തു വരുന്ന വിവരം. അതായത് UDF തന്നെ സ്വീകരിക്കില്ല എന്നും ആര്യാടൻ ഷൗക്കത്തിനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുമെന്നും ഉറപ്പായതിനു ശേഷം അൻവർ കളിച്ച കളിയാണ് വെൽഫെയർ പാർട്ടിയുടെ UDF പിന്തുണ എന്നുള്ളതാണ് പറയപ്പെടുന്നത്. കാരണം തന്നെ ധിക്കരിച്ച് ആര്യാടൻ ഷൗക്കത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച കോൺഗ്രസിന് കൊടുക്കാൻ നൽകിയ ഏറ്റവും വലിയ പണിയായിരുന്നു ഇത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ വരുന്നതോടുകൂടി മറ്റെല്ലാ മുസ്ലിം സംഘടനകളും, അതായത് പ്രബലരായ സുന്നി വിഭാഗങ്ങളടക്കം UDF-ന് പ്രത്യേകിച്ച് കോൺഗ്രസിന് എതിരാകും എന്നുള്ളതാണ് ഇതിന് പിന്നിലെ തന്ത്രവും ചതിയും. മാത്രമല്ല 11% വരുന്ന, അതായത് 23,000-ലധികം വോട്ടുകളുള്ള ക്രൈസ്തവ വോട്ടുകളും UDF-നെതിരായി മാറും എന്നുള്ളതാണ് അൻവർ ഉറപ്പിച്ചത്. അത് ആര്യാടന് കിട്ടില്ല എന്നു മാത്രമല്ല, ആ വോട്ടുകൾ പിടിച്ചെടുക്കാമെന്ന് അൻവർ മനക്കോട്ട കെട്ടുകയായിരുന്നു. എന്നാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ, അതായത് UDF-ന് ഏറ്റവും അധികം കരുത്തു നൽകിയ മുസ്ലിം ലീഗിൻ്റെ അതിശക്തമായ ഇടപെടലാണ് അൻവറിൻ്റെ ഈ നീക്കം തകർത്തത് എന്നുള്ളതും വ്യക്തമാകുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന സംഘടനയുടെ ആശയം തന്നെ മതരാഷ്ട്രമാണെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനം നടത്തുന്നവരാണ് മുസ്ലിം ലീഗും അതുപോലെ സുന്നി അതുപോലെയുള്ള സംഘടനകളുമെല്ലാം. ആ സാഹചര്യത്തിൽ സ്വാഭാവികമായും ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ചാൽ കോൺഗ്രസിനോട് വളരെയധികം നീരസം തോന്നും ഇവർക്ക് എന്നുള്ളത് ഉറപ്പാണ്. ആ സാഹചര്യം മുതലെടുക്കാനും മുസ്ലിം വിഭാഗത്തിൻ്റെ വലിയൊരു ശതമാനം വോട്ടുകൾ പിടിച്ചെടുക്കാനുമായിരുന്നു PV അൻവർ നീക്കം നടത്തിയത്. എന്നാൽ മുസ്ലിം ലീഗ് കാര്യങ്ങൾ തിരിച്ചറിയുകയും എല്ലാ വിഭാഗങ്ങളുമായി അതിശക്തമായ ഇടപെടൽ നടത്തുകയും ചെയ്തപ്പോഴാണ് UDF ഭദ്രമായത്. മലപ്പുറം ജില്ലയിൽ സുന്നി വിഭാഗത്തിന് വളരെ സ്വാധീനമുണ്ട്. അതിൽ AP വിഭാഗവും EK വിഭാഗവും വളരെ ശക്തിയായ ജില്ലയായ മലപ്പുറത്ത് രണ്ടുപേരെയും കണ്ട് മുസ്ലിം ലീഗ് UDF-നുള്ള പിന്തുണ ഉറപ്പാക്കി എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അവസാന നിമിഷം വരെ, അതായത് തോൽവി സമ്മതിക്കുമ്പോഴും CPM പറഞ്ഞുകൊണ്ടിരുന്നത് കോൺഗ്രസിൻ്റെ ജമാഅത്ത് ഇസ്ലാമി പിന്തുണയെക്കുറിച്ച് തന്നെയായിരുന്നു. ഇതെല്ലാം നടത്തിയതും എല്ലാവർക്കും മുൻപേ തന്നെ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് നൽകാൻ പറഞ്ഞതും PV അൻവർ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിരിക്കുന്നു. അത് നിലമ്പൂരിലെ ക്രൈസ്തവ പുരോഹിതൻ വരെ പുറത്തു പറഞ്ഞിരിക്കുകയാണ്. മതരാഷ്ട്രം ആവശ്യപ്പെടുന്ന തീവ്ര സംഘടനയുടെ പിന്തുണ വാങ്ങിക്കുന്നതോടുകൂടി ക്രൈസ്തവ വോട്ടുകൾ കോൺഗ്രസിന് നൽകാതെ വരികയും അത് പിടിച്ചെടുക്കാമെന്ന് അൻവർ മോഹിക്കുകയും ചെയ്തു എന്നാണ് ക്രൈസ്തവ പുരോഹിതൻ ഒരു ചാനലിലൂടെ വ്യക്തമാക്കിയത്. പക്ഷേ ആര്യാടൻ മുഹമ്മദിനെയും മകൻ ഷൗക്കത്തിനെയും അവരുടെ മതേതരത്വത്തെയും നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെ ക്രൈസ്തവരുടെ മനസ്സു മാറ്റാൻ ഈ നീക്കത്തിനായില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ ആവുന്നതും അൻവർ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ള സത്യമാണ്. പക്ഷെ അൻവർ ആണല്ലോ ഇത്തരമൊരു ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം ഒരുക്കിയത് എന്നും അതുകൊണ്ടാണ് UDF തിരിച്ചു വന്നതെന്നും പറഞ്ഞ് എല്ലാവരും ആശ്വസിക്കുന്നു. ഏതായാലും ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് അൻവർ ഉണ്ടാക്കാൻ ശ്രമിച്ച ചില ധ്രുവീകരണം മുസ്ലിം ലീഗിൻ്റെയും യഥാർത്ഥ മതേതരവാദികളുടെയും നിലപാടുകൊണ്ട് തകർന്ന് തരിപ്പണമായി പോയി എന്ന് തന്നെ പറയാം.